സർ 2009 നവംബർ 7-നാണ് ഭർത്താവിന്റെ പിതാവായ ഭാസ്കര കാരണവരെ ഷെറിൻ കൊലപ്പെടുത്തിയത്. ഏകദേശം 14 വർഷം കഴിഞ്ഞു. പക്ഷെ ശിക്ഷ ഇളവ് നൽകി ഇപ്പോൾ ഷെറിൻ പുറത്തേക്ക് അയക്കുന്നു, അതായത് ശിക്ഷ ഇളവ് നൽകി ഷെറിൻ പുറത്തേക്ക് വരുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത്. മാത്രമല്ല ഷെറിനെ പറ്റി ഒരു തടവുകാരി ഉൾപ്പെടെ നിരവധി പേർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാരണം സുഖജീവിതമായിരുന്നു. ഒരു ഷെറിന്റെ മുറിയൊക്കെ പറയുന്ന ഒരു ബ്യൂട്ടി പാർലർ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും ഈ ശിക്ഷിക്കപ്പെടുന്നവർക്കൊക്കെ ജയിലിൽ സുഖജീവിതമാണ്. ആവശ്യമുള്ളവരെ പുറത്തിറക്കാനും പറ്റും എന്നുള്ളൊരു സാഹചര്യത്തിലേക്കല്ലേ പോകും. തീർച്ചയായിട്ടും. നന്നായി കേട്ടോ, അതൊരു സുന്ദരിയായിരുന്നു. ഷെറിൻ ഒരു സുന്ദരിയായിരുന്നു. ഷെറിൻ അവളുടെ ഒരു കൂട്ടുകാരനോടൊപ്പമാണ് ഈ കൊലപാതകം ചെയ്തത്. ഭാസ്കര കാരണവർ. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരിനും മാവേലിക്കരയ്ക്കും മധ്യ ദൂരത്തിലുള്ള സ്ഥലമാണ് ചെറിയനാട്. ചെറിയ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. അത്രയൊരു വലിയ നഗരമൊന്നുമല്ല. അവിടെ ഈ കാരണവ കുടുംബം എന്ന് പറയുന്നത് ഭാസ്കര കാരണവരുടെ കുടുംബം നാട്ടുകാരുമായിട്ട് വലിയ ബന്ധവും ഇഴുകിച്ചേരലും ഒന്നും ഇല്ലാതെ കഴിഞ്ഞു പോകുന്നു. വലിയ പണക്കാരായിരുന്നു. അല്ല, ധാരാളം പണം, വിദേശത്ത് പോയി സമ്പാദിച്ച ധാരാളം പണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു കാമുവിന് വേണ്ടിയിട്ട് വേണ്ട പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കാരണവരോട് ചോദിച്ചു. കാരണവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സർനെയിമാണ് ഭാസ്കര കാരണവർ. ചോദിച്ചപ്പോൾ അത് കൊടുത്തില്ല. അതിന് തടസ്സമുണ്ടാക്കിയത് കൊണ്ട് കൂട്ടുകാരനും ഒത്തു വന്നിട്ട് ഈ വധം നടപ്പാക്കി. സുകുമാരക്കുറുപ്പ് വധം പോലെ ആ ഭാഗത്ത് മാത്രമല്ല കോളിളക്കം സൃഷ്ടിച്ച ഒരു മരണമായിരുന്നു ഭാസ്കര കാരണവർ. അപ്പോൾ അങ്ങനെ വലിയ ശിക്ഷ കൊടുക്കും, വധശിക്ഷ വരെ കിട്ടാവുന്ന ഒരു കുറ്റമാണ്. പക്ഷേ ജയിലിൽ പോയതിന് ശേഷം സുഖവാസവും ഈ രഞ്ജിനി പറഞ്ഞ പോലെ ആഡംബരവുമാണ് ഇവർ അനുഭവിച്ചു പോകുന്നത്. സുന്ദരി ആയതുകൊണ്ട് അവരുടെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടി പാർലർ വരെ അവിടെ നടത്തി എന്നുള്ളതാണ് കേട്ടുകേൾവി. നമുക്കറിയില്ലല്ലോ, നമ്മൾ ജയിലിൽ തടവുകാരാണ് പറയുന്നത്. ക്യൂടെക്സ്, യാഡ്ലി പൗഡർ, സോപ്പ്, പിന്നെ ഫെയർ ആൻഡ് ലവ്ലി, ഇങ്ങനെയുള്ള നിരവധി കോസ്മെറ്റിക്കുകൾ എന്താണോ ഷെറിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ഇപ്പൊ ഞാൻ ചില കാര്യങ്ങളുടെ പേര് മാത്രമാണ് പറയുന്നത്. എല്ലാ കോസ്മെറ്റിക് ഐറ്റംസ്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. കൂടാ അവിടെ സാധാരണ തടവുകാർക്ക് കൂടെയൊന്നും നൽകത്തില്ല. അവിടെ ഷെറിന് മാത്രം കൂടാ ഒരു വലിയ പരിഗണയിൽ രാജകുമാരിയെ പോലാണ് അതിനകത്ത് കഴിഞ്ഞതെന്നാണ്. മാത്രമല്ല 500 ദിവസത്തോളമാണ് പരോള് ലഭിച്ചത് എന്ന് പറഞ്ഞാൽ 2 വർഷത്തോളം പോവുക, വിസിറ്റ് ചെയ്യുക, തിരിച്ചു വരിക, നാട്ടിൽ സുഖവാസം അനുഭവിക്കുക. അതായത് ഇപ്പോൾ ചില ആൾക്കാർ ദുബൈയിലൊക്കെ പോയിട്ട് വരുന്നു, അങ്ങനെ ഒരു വാസമുണ്ടല്ലോ. അവിടെ പ്രവാസ ജീവിതവും നയിക്കും, ഇങ്ങോട്ട് പോരും. ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് സിംഗപ്പൂർ ആൻഡ് ലഞ്ച് അറ്റ് ലണ്ടൻ എന്ന് പറയുന്ന പോലെ രീതിയിലുള്ള ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലൊരു ജീവിതമായിരുന്നു, സുഖവാസമായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു വാസ്തവം പറഞ്ഞാൽ കൊടിസുനിക്ക് കിട്ടിയതുപോലെ ഒരു അന്തരീക്ഷമാണ്. അതിനേക്കാളും ഗംഭീരമായൊരു അന്തരീക്ഷം. കൊടിസുനിക്ക് പിന്നെ ഈ പരിപാടി ബ്യൂട്ടി പാർലർ പരിപാടിയില്ലായിരുന്നു. ഇവർ അവിടെ ബ്യൂട്ടി പാർലറും ഒക്കെ ബൗദ്ധികവും ഒക്കെ നടത്തിക്കൊണ്ട് വളരെ സുന്ദരിയായിട്ട് സിനിമാ നടിയായിട്ട് ജീവിച്ചിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. സരിതാ നായരെ പോലെ. സരിതാ നായരും ഇതുപോലെയായിരുന്നു. ഇവർക്ക് എങ്ങനെയാണ് ഇതിനുള്ള പണം കിട്ടുന്നത്? മിനിറ്റ് വെച്ച് സാരി മാറിക്കൊണ്ടിരിക്കാനും ഒക്കെയുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നു? കോടതി തന്നെ ഇവരുടെ ഈ നിറഭേദങ്ങൾ കണ്ടുകൊണ്ട് ഒരു സംശയം ഉന്നയിച്ച കേസ് നിരീക്ഷിക്കുന്ന സമയത്ത്. അപ്പോൾ എന്നതുപോലെ വലിയ ലിപ്സ്റ്റിക് വിട്ട് അവരുടെ സൗന്ദര്യത്തിനൊരു കോട്ടവും തട്ടാത്ത വിധത്തിൽ തന്നെ ജയിലിൽ കഴിയാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ അത്ഭുതം. തീർച്ചയായിട്ടും ജയിലറുടെയും അവിടുത്തെ ജീവനക്കാരുടെയും പിന്തുണയില്ലാതെ ഇത് സാധ്യമല്ല. കാരണം ഇതെല്ലാം നിയമവിരുദ്ധവും ജയിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ്, മറ്റു തടവുകാർക്കൊന്നും കിട്ടാത്തതുമാണ്. അപ്പോൾ ഇത് കിട്ടുന്നതിന് പിൻപി വമ്പിച്ച ഒരു സ്വാധീനമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സ്വാധീനം എന്ന് പറയപ്പെടുന്നത് നമുക്ക് തെളിവുകളില്ല, സ്പഷ്ടമായ തെളിവുകളില്ല. മന്ത്രി ഗണേഷ് കുമാറിൽ നിന്നാണ്. മന്ത്രി പറഞ്ഞാൽ അതനുസരിക്കണമല്ലോ. ശുപാർശയുണ്ട് ഗവർണറുടെ. ഇപ്പൊ രാജ്ഭവനിൽ പോയപ്പോൾ ആദ്യത്തെ ശുപാർശയുമായി പോയപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് പോയിരിക്കുന്നത്. പോയപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യുമായിരുന്നു. കാരണം തടവുകാരിയെ മർദ്ദിച്ചു എന്നുള്ളത്. കാരണം നല്ല നടപ്പിനാണല്ലോ പുറത്തു വിടുന്നത്. പക്ഷെ നല്ല നടപ്പില്ല എന്നുള്ളൊരു തടവുകാരിയെ മർദ്ദിച്ചു എന്നുള്ള രീതിയിൽ കേസ് വന്നു. പിന്നീട് വീണ്ടും അത് റദ്ദാക്കുകയും വീണ്ടും ഇപ്പോൾ സർക്കാർ പരിഗണനയിലൂടെ ഗവർണർ ഒപ്പുവെക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും നല്ലൊരു ശുപാർശയും പുറമെ നിന്ന് നല്ലൊരു പരിഗണനയും ഇല്ലാണ്ട് ഷെറിന് ഇത്തരത്തിലുള്ള ജാഥ അനുവദിക്കത്തില്ല. അപ്പം നല്ല നടപ്പ് എന്ന് പറയുന്നത് തടവുകാരെ മർദ്ദിക്കുകയും ഇങ്ങനെ സൗന്ദര്യാത്മകമായിട്ടൊരു ജീവിതം നയിക്കുകയും ചെയ്യുന്നതാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വന്നു ചേരുന്നുണ്ട്.
സാവധാനം മർദ്ദിച്ചു. സ്ത്രീകളല്ലേ, പാവപ്പെട്ട സ്ത്രീകൾ. അപ്പോൾ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചും അധികാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇവരെ അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുണ്ട്. ഒരുപാട് തടവുകാർ ആ മർദ്ദനം അനുഭവിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് അന്നൊരു വിവാദം ഉണ്ടായി. ഇവരെ പുറത്തേക്ക് വിടുന്നു, പുറത്തേക്ക് അയക്കുന്നു. അതിനു മുമ്പ് വേറൊരു കാര്യം അറിയാനുള്ളത്, ഇവരുടെ ഈ പറയുന്ന പരോളിൽ പോകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണമല്ലോ. ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമ്പോഴെല്ലാം ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരാൾ, പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടത്, പേര് നമ്മളിപ്പോൾ പറയുന്നില്ല, കൂടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതുപോലെ ജയിലിൽ നിന്ന് ഈ പരോളിൽ ഇറക്കിക്കൊണ്ടു പോകുന്ന സമയത്തും ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആൾ അവിടെ ഉണ്ടാവും. അദ്ദേഹം ഗണേഷ് കുമാറിൻ്റെ പ്രതിനിധിയായിട്ട് വന്നു എന്നുമൊക്കെയാണ് ആരോപണങ്ങളൊന്നും അങ്ങനെ ഗണേഷ് കുമാർ നിഷേധിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വലിയ സ്വാധീനമാണ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നാളെ അയക്കുക എന്ന് പറഞ്ഞാൽ ശുപാർശ ചെയ്യുകയല്ല, അതിനപ്പുറം ഫിസിക്കലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സാന്നിധ്യം കൂടി അതിനകത്തുണ്ട്. അപ്പോൾ അത്ര പ്രധാനപ്പെട്ട ആളായിരുന്നു ഷെറിനെ, ഗണേഷ് കുമാർ ഷെറിൻ എന്നുള്ള ഒരു. ഗണേഷ് കുമാർ ഈ തടവുകാരികളെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പരിപാലിച്ച ഇങ്ങനെ സരിത ഭാഗത്തു നിന്ന് ഒരു വട്ടം സംസാരിച്ചു, പിന്നെ പല കേസുകളും ഇത് ഇത്തരത്തിലൊരു മന്ത്രി എന്നുള്ള രീതി അദ്ദേഹം തരം ചെയ്തു. ഇതിപ്പോൾ ശരിയോ തെറ്റോ ഒന്നും നമുക്കറിയില്ല. സരിതയുടെ കാര്യത്തിലൊക്കെ ഒരുവിധം ശരിയായിരുന്നു എന്ന് സരിത തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗണേഷ് കുമാർ അത് ഇത്തരത്തിൽ മൗനമാണ് അതിന് നൽകിയത്. ഈ ഗണേഷ് കുമാറിനെ രക്ഷിക്കാൻ പോയതിനാണല്ലോ ഉമ്മൻചാണ്ടി 14 മണിക്കൂർ വിചാരണ നേരിട്ടത്, മുഖ്യമന്ത്രിയായിരിക്കത്തില്ല എന്നാണല്ലോ. ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും ഒരു താല്പര്യമില്ലാത്ത ആളാണ് ഉമ്മൻചാണ്ടി. എന്നിട്ട് ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ പോയതിന് കിട്ടി. അത് സരിതാ നായരുടെ കേസ് കുടികുത്തി വാഴുന്ന സമയത്താണ്. അപ്പോൾ ആ ബന്ധം ബാലകൃഷ്ണപിള്ളയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അതിന് മധ്യസ്ഥനായിട്ട് പോയതാണ്. അതിൻ്റെ പേരിലാണ് 14 മണിക്കൂർ അദ്ദേഹത്തിന് അപമാനം സഹിക്കേണ്ടി വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാത്ത വേറെയും കേസുകൾ ഒരുപാടുണ്ടല്ലോ. ഭാര്യയുമായിട്ട് വഴക്കിട്ട് പിരിയേണ്ടി വന്നു, വേറെ ബന്ധങ്ങൾ ഒരുപാടുണ്ട്. ലവ് ഇൻ റിലേഷൻസ് ഒരുപാടുള്ള ഒരാളായിട്ടാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്ന ആളാണ് ഞാനെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹം സിനിമാ നടൻ കൂടിയാണ്, ഗ്ലാമറുള്ള ഒരു നടനും കൂടിയാണ്. വലിയ പണമുള്ള വീട്ടിലെ ആനയും കൊല്ലും കൊലയും ആനയും കൊമ്പനാനയും ഒക്കെ ഉള്ളൊരു വീട്ടിലെ അംഗമാണ്. ഇവിടെ കൊട്ടാരക്കരയിലെ ഒരു വലിയ പ്രധാനപ്പെട്ട അച്ഛൻ പിതൃക്കൾ സമ്പാദിച്ച സ്വത്തുക്കളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അധിപനായിട്ട് കഴിയുന്ന, അവിടുത്തെ ഒരു വലിയ സുൽത്താനായിട്ട് കഴിയുന്ന ആളാണ്, സുഖിമാനായിട്ട് കഴിയുന്ന ആളാണ്. പലതരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുമുണ്ട്. പിന്നെ പല സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികളുമൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം ചിലപ്പോൾ നമുക്ക് അത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാവും. പക്ഷേ പുക വരണമെങ്കിൽ ഒരു തീയുടെ ഒരു പുരിയെങ്കിലും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ധാരാളമുള്ള. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ശുപാർശ പോയിട്ടുണ്ടെങ്കിൽ സർക്കാരിലെ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും. അതെ, ഇയാളുടെ പേഴ്സണൽ സ്റ്റാഫ് അവിടെ വരേണ്ട കാര്യം എന്താ? പരോളിനിറക്കാൻ നേരത്തും അറസ്റ്റിൽ പങ്കെടുക്കാൻ നേരത്തും ഒക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കൊടിസുനിക്ക് പോലും ഇതുപോലുള്ള ആഡംബരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്, സൗകര്യങ്ങളും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് നല്ല നടപ്പിൻ്റെ കാര്യം, അതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. നല്ല നടപ്പിൻ്റെ പേരിലാണ് അവരെ പുറത്തിറക്കുന്നത്. നമ്മുടെ ജയിലുകളിൽ എത്രയോ പാവപ്പെട്ട സ്ത്രീകളുണ്ട്, നിരപരാധികളായിട്ടുള്ള സ്ത്രീകൾ വിചാരണ നേരിട്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. മോഷണങ്ങളും ഒക്കെ ജീവിക്കാൻ വേണ്ടി തുലാഭാരത്തിൽ പറയുന്നത് പോലെ വിശന്നിട്ട് എന്തെങ്കിലും ഒന്ന് മോഷ്ടിച്ചതിൻ്റെ പേരിൽ എത്രയോ പേര് ജീവിതം പരിതസ്ഥിതിയിൽ ആയ സന്ദർഭത്തിൽ ഒരുപക്ഷെ ഗതികെട്ട് ഭർത്താവിനെ കൊന്നിട്ടുള്ള സ്ത്രീകളുണ്ട്. അതെ അതെ, നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, ആത്മാഭിമാനം കാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരെല്ലാം കിടന്ന് നരകിക്കുന്നിടത്താണ് ഇവരിങ്ങനെ സുന്ദരിയായിട്ട്. അതൊരു സഹതടവുകാരി പറഞ്ഞു, അവരൊരു മോഷണ കുറ്റവുമായി ബന്ധപ്പെട്ടാണ് അത്. പക്ഷെ അവർ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഷെറിനെ പറ്റി കുറച്ചുകൂടി പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ കണ്ടത്. അവർ പറയുന്നത് ഭയങ്കര ആഡംബരമായിട്ട് ഒരു VIP പരിഗണനയാണ് ഷെറിന് അവിടെ ലഭിക്കുന്നത്. നമുക്കൊന്നും ഇല്ലാത്ത ഒരിത്, അവരുള്ളിടത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല, അവരുടെ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ആ സഹതടവും. അതേപോലെ തന്നെ ഷെറിനെ കാണാനുള്ള ആൾക്കാർ വരുന്നത് അത് ഒരു വല്ലാത്ത VIP. അവരുടെ സെല്ല് തന്നെ പോയി നോക്കിയാൽ നല്ല അടിപൊളിയാണ്. സാധാരണ ഒരു വീട്ടിൽ എന്തൊക്കെ അവശ്യ സാധനങ്ങളുണ്ട് അതൊക്കെ ഉണ്ട്. അപ്പൊ അത്രയ്ക്ക് ഒരു VIP ട്രീറ്റ് തന്നെയാണ് ജയിൽ നൽകിയിരിക്കുന്നത്. അപ്പൊ ഇവർക്കൊക്കെ വെറും ഇവരൊക്കെ അടിമകൾ. ഷെറിൻ ചെന്ന് കാല് തടവാൻ പറഞ്ഞാൽ ചെന്ന് കാല് തടവണം, പിന്നെ ദേഹം മസാജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ ദേഹം മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത്തരത്തിലുള്ളൊരു, അതിനിപ്പോ ഉള്ളതാണോ സത്യമാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അല്ല, ഇത് വെറുതെ ആൾക്കാർ പറയില്ല. അവരൊരു മോശം, അവര് തന്നെ പറയുന്നുണ്ട് എത്രയോ സ്ത്രീകൾ അതിനകത്ത് ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്ത്, മോഷണ കുറ്റങ്ങൾ, ചിലപ്പം ആഹാരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇത് ചെയ്തത്, അല്ലെ വീട്ടിൽ എന്തെങ്കിലും ഇത്, അങ്ങനെ ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്ത സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരുടെ കാര്യത്തിലാണ് ഉണ്ട്.
ഇവരൊക്കെ വർഷങ്ങളോളം കഠിന തടവുകളാണ് അവിടെ അനുഭവിക്കുന്നത്. അപ്പൊ അവർക്കൊന്നും ഇല്ലാത്തൊരു നീതി നല്ല നടപ്പാണ് ഷെറിന് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഷെറിൻ അവിടെ ഒരു കൊച്ചു ഗുണ്ടയാണ്. ഇവര് പറഞ്ഞ ഒരു കൊച്ചു വലിയ ഗുണ്ടയാണ്. പിന്നെ അവര് ഗുണ്ടയാവേണ്ട കാര്യമില്ല, അവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നിനു വേണ്ടി ഇവിടെ ഗുണ്ടത്തരം അവരുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പ്രകോപിപ്പിച്ചാൽ ഈ പറഞ്ഞോണോ അതിനുള്ള ഉദ്യോഗസ്ഥർ അവർക്ക് കവചമായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ശരിക്കും ഈ പണമുണ്ടോ അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ടോ, ചില പിടിപാടുകളുണ്ടോ, സ്വാധീനങ്ങളുണ്ടോ, അത് എവിടെയും നമുക്ക് ജയിലും നമുക്ക് സ്വർഗമാക്കാം. സരിതാ നായർ, സ്വപ്ന, ഇവർക്കെല്ലാം സംഭവിച്ചത് അത് തന്നെയാണ്. അതേ രീതിയിലാണ്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഈ ചെറിയനാട്ടെ ഒരു പഞ്ചായത്ത് മെമ്പറോട് ഞാൻ ചോദിച്ചു, എന്താ ഷെറിന് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ അവരെ മോചിപ്പിക്കുന്നു, നിങ്ങളുടെ എന്താ അഭിപ്രായം? സാറേ ഞാനൊന്നും പറയുന്നില്ല. അവർക്ക് ഭയമാണ്, പാർട്ടിയെ ഭയമാണ്, മന്ത്രിസഭയെ ഭയമാണ്, ആ കാര്യത്തിൽ പുറത്ത് പറയാൻ പോലും ഭയമാണ്. അപ്പോൾ തന്നെയല്ല, നമ്മളൊന്ന് ഓർക്കണം, ഈ പാർട്ടി എന്ന് പറയുന്നത് എന്താണ്? സോഷ്യലിസം നടപ്പാക്കാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പ്രത്യയശാസ്ത്രമുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയാണ് തടവുകാർക്കിടയിൽ പോലും സ്വാധീനമുള്ളവർക്ക് പ്രത്യേക അവകാശങ്ങൾ നിയമവിരുദ്ധമായിട്ട്, ചട്ടവിരുദ്ധമായിട്ട്, ഭരണഘടനാ വിരുദ്ധമായിട്ട് നൽകിക്കൊണ്ടിരുന്നതും അവർക്ക് പുറത്തേക്കുള്ള വഴി തെളിച്ചു കൊടുക്കുന്നതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.